നമസ്കാരം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഇത് നമ്മൾ പറഞ്ഞാല് ജുമാക്കൂടി പറഞ്ഞ യു-പിയിലാട്ടോ. യു-പിയില് പുരാന മസ്ജിദ് എന്ന സ്ഥലത്താണ് നമ്മള്. പുരാന മസ്ജിദ് അല്ല, പുരാന ബസാർ എന്ന സ്ഥലത്താണ് നമ്മള് ജുമാക്കൂടിയത്. അപ്പൊ അവിടെ ഇമാമ് പറഞ്ഞാല് കുത്തുബയില് സംസാരിക്കുന്ന പറഞ്ഞാൽ പിശാജിനെ കുറിച്ചാണ്. പിശാജ് നമ്മളെ ജീവിതത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് പിശാജ്. അപ്പോ പിശാജിൽ നിന്ന് പിശാജിന്റെ വഴിയിൽ നിന്ന് മാറി നടക്കണം. അതിനു വേണ്ടി നമ്മൾ 5 വക്ത് നിസ്കരിക്കണം. പിന്നെ എവിടേക്ക് ഇറങ്ങുമ്പോൾ ആദുബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, പിശാജിൽ നിന്ന് രക്ഷപ്പെടും എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു വലിയ ഈദ്ഗാഹ് ഉണ്ട്. പിന്നെ പള്ളി പറഞ്ഞാല് ഈദ്ഗാഹ് കാര്യങ്ങൾ പരിപാലനങ്ങളൊക്കെ കുറച്ച് മോശമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ നല്ല അടിപൊളി മനുഷ്യന്മാരാണ്. പിന്നെ ഇവിടെ പറഞ്ഞാല് പുറത്ത് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു വിവേചനം നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഈ ചില ടൗണുകളൊന്നും അങ്ങനെ കാണുന്നില്ല, പക്ഷെ ഇവിടെ വിവേചനങ്ങൾ നടക്കുന്നുണ്ട്. കാരണം ഇവിടെ ഒരു ഹോട്ടലൊന്നും ഇവർക്ക് മുസ്ലിങ്ങൾ തുറക്കാൻ പറ്റില്ല. ഇവിടെ 100 വീടുകളുണ്ട്, തുറക്കാൻ പറ്റില്ലാന്ന് സാരെന്ന് പറഞ്ഞാൽ വേറെ ആളുകളൊന്നും അതിക്ക് വരൂല. വേറെ ഇപ്പം നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഹോട്ടൽ തുറക്കാമല്ലോ. ആര് ഹോട്ടൽ തുറന്നാലും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളവിടെ പോകും. ഇങ്ങനെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ നല്ല സാറാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകും. അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പോകും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ മതം നോക്കിയിട്ടാണ് അവര് കടകളിൽ കയറുക. അങ്ങനൊക്കെ ഒരു രീതി ഉണ്ട് ഇവിടെ. പിന്നെ കൊടി ഉണ്ടാവും. അതിപ്പോ 2 ഭാഗക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഹിന്ദുക്കൾക്ക് ഉണ്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ട്, രണ്ടാക്കുണ്ട്. കാരണം എന്നാൽ ഇവര് പറഞ്ഞാൽ മതപരമായ കാര്യങ്ങൾ 2 കൂട്ടരും ശരിക്കും പഠിക്കണില്ല എന്നൊരു തോന്നുന്നുണ്ട്. പറഞ്ഞാല് ഇവര് മദ്രസയിൽ ഇപ്പൊ നമ്മളെ മദ്രസയിൽ പറഞ്ഞാൽ 1-ാം ക്ലാസ് മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് പോലെ ഇവരങ്ങനെയല്ല. ഇവര് ഖുർആനും പിന്നെ ഖുർദും മാത്രമാണ് പഠിക്കുന്നത്. ബാക്കി നിയമങ്ങളൊന്നും പഠിക്കണില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചെറിയ കുട്ടികളൊക്കെ ചോദിക്കുമ്പോൾ അവരങ്ങനെ പറയണത് ഖുർആനും ഖുർദും മാത്രം പഠിക്കുന്നത്. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കഥകൾ. പിന്നെന്താ പറയാ, ഈ സുബഹിക്ക് ശേഷം എന്ന് പറഞ്ഞാൽ ഇവര് നബിന്റെ പേരിൽ സലാത്ത് ചെല്ലും. പിന്നെ ഈ ജുമാക്ക് ശേഷം ഇതുപോലെ അവര് എല്ലാവരും നീച്ചിന്ന് കണ്ട് നബിന്റെ പേരിൽ സലാത്ത് ചെല്ലും. പിന്നെ കുനൂത്ത് ഇവിടെ ഒന്നും ഈ നാട്ടിലൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ നാട്ടിൽ മാത്രമല്ല ഞാൻ കുനൂത്ത് കണ്ടിട്ടുണ്ട്. ഞാൻ ഗൾഫിലൊക്കെ പോയിരുന്നു, അവിടെയും കുനൂത്ത് കുറവാണ്. എന്താ പറയാ, അങ്ങനെയൊക്കെയാണ് ഇവര് കഥകൾ. ഇപ്പൊ പറഞ്ഞാല് ഇവിടെ വേറെ മുസ്ലിം അല്ലാത്ത മുസ്ലിമായ ഒരാള് കടകളൊക്കെ തുറന്നു കഴിഞ്ഞാല്, ഇങ്ങനെ ഈ ഹോട്ടൽ കാര്യങ്ങളൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവരെ ഈ റാലി ഒക്കെ പോകുന്ന സമയത്ത് ഇവരത് ആക്രമിക്കും. പിന്നെ അല്ലെങ്കിൽ അവിടെ മുസ്ലിമിന്റെ ആണെന്ന് എഴുതി വെക്കും. അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ ഇതുപോലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമ്മൾ തിരിച്ചു വരണം. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത്